എല്ലാവർക്കും രുചിയുടെ കൂട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മാംഗോ ഐസ്ക്രീമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാങ്ങ, കുറച്ച് ബട്ടർ, പിന്നെ പഞ്ചസാര, പാൽപ്പൊടി, കുറച്ച് കാഷ്നട്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൽപ്പൊടിയും ബട്ടറും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഷ്ണിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസ്ക്രീം ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കഷ്ണിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മാങ്ങയും ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനപ്പോൾ ഇത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തത്. ഇനി ഇതൊന്ന് ലെവലാക്കി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ വെള്ളമൊന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഒരു 8 മണിക്കൂറോളം സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ ഒരു കയ്യിലാണ് കേട്ടോ സ്കൂപ്പ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് കോരിയെടുക്കുന്ന സമയത്ത് ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ ഈ കയ്യിൽ ഒന്ന് മുക്കിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനതങ്ങനെ ചെയ്തില്ല, അതുകൊണ്ടാണ് അത് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് വന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റിൻ്റെ സ്പ്രിങ്കിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാംഗോ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഐസ്ക്രീമാണ്. കുട്ടികൾക്കൊക്കെ തണുപ്പിക്കാതെ തന്നെ കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ഫ്രം കൂട്ട്.